കൊച്ചുകുട്ടി വന്ന് ഇങ്ങനെ സാമൂഹിക ഞാൻ 11:30 വരാമെന്ന് പറയാണ്ട ഇങ്ങോട്ട് കയറിയത്. പക്ഷെ എൻ്റെ അടുത്ത് 11:10 10:45 കയറിയത് എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ട് ഇവിടെത്തിയോ? ആ മനോഹർ മാസ്റ്റർ എന്ന് പറയുമ്പോൾ മനോഹർ മാസ്റ്റർ അപ്പോൾ ഇത് മനോഹർ മാസ്റ്റർ മനോഹർ മാസ്റ്റർ എം.എൽ.എ ആയിരുന്ന ഹോസ്പിറ്റലിൽ അല്ലേ? പിന്നെ കാഞ്ഞങ്ങാടായി ഞാൻ എം.എൽ.എമാരെ എല്ലാം വിളിച്ചു പറഞ്ഞു, ആരും കൈ കാശ് വെച്ചിട്ട 7 ദിവസം അതെല്ലാം ആശുപത്രി കൂടുതൽ കാര്യം ഈ വർഷം ഇനി 1 ദിവസം നടക്കില്ല, മക്കളൊന്നും നടക്കില്ല. എല്ലാവരും ഇങ്ങനെ ഗവൺമെൻറ് വിളിച്ചു പറഞ്ഞു, നിങ്ങളാ മംഗൽവാടി ആശുപത്രിക്ക് ഒരു വെന്റിലേറ്ററും കൂടെ പിന്നെ ഡയാലിസിസ് മെഷീൻ വാങ്ങി കൊടുക്കണം. അപ്പോൾ തന്നെ 1 കോടി മാറും. കഷ്ടിച്ച് കുറേ മാസങ്ങളേ ഉള്ളൂ ഇനി ഒരു ഡെവലപ്മെൻറ്റ് നടക്കില്ല. ആശുപത്രി സ്മാരകമായിട്ട് കിടക്കുന്നത് ജനലാശുപത്രി എനിക്ക് പേരാണ്. പക്ഷേ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഇല്ല അവിടെ. 11 ഡയാലിസിസ് മെഷീൻ ഗവൺമെൻറ്റിനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് സ്റ്റാഫില്ല. അതിൻ്റെ ഡോക്ടർമാരുടെ സംഘടനയിലേക്ക് അവർ സാധനം കൊണ്ട് തന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയി. ഇതിൻ്റെ ഒരു ആശുപത്രി ഡോക്ടർ വേണ്ടുന്ന ഡോക്ടർ ഉള്ള ഡോക്ടർ നേഴ്സുമാർ വേണ്ടുന്ന ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനായി. ഇപ്പോൾ പോലും കാസർഗോഡ് എല്ലാ സ്ഥലത്തും എത്ര കൊല്ലമായി സ്ഥിതി. ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്നത് അത് ആരും ശ്രദ്ധിക്കുന്നില്ല. പ്രഭാകരൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 11,123 കോടി രൂപയുടെ വിമുക്താവസ്ഥയുടെ വികസനം പറഞ്ഞതിൽ 2,688.66 കോടി രൂപ ആരോഗ്യരംഗത്ത് മാത്രം. വളരെയേറെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകളൊന്നും ഇല്ലാത്തതിനെ കുറിച്ച്. ഇതിനിടയ്ക്ക് ഇപ്പം ഞാൻ പോയപ്പോൾ ആകെ 40 ബെഡേ ഉള്ളൂ. അതിൽ 17 രോഗികൾ വന്നു. അതിൽ 9 പേരും ഭേദമായി. ബാക്കിയുള്ള നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ അപകടകരമാണ്. കോവിഡ് വന്നപ്പോഴാണ് നമ്മൾ മലേറിയയും മലമ്പനിയൊക്കെ ബസ്സിലേക്ക് പോകുന്ന കാലത്ത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറഞ്ഞ മെഡിസിൻ നമ്മൾ ഉപയോഗിച്ചു. അതാണിപ്പോൾ കോവിഡ്-19 അമേരിക്ക കൊടുക്കുന്നത് അല്ലേ? ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ആണ്. ഇവിടെ നമുക്ക് കയറ്റിയിരിക്കുകയാണ്, ഇന്ത്യയിൽ കയറ്റിയിരിക്കുക. അതാണിപ്പോൾ കോവിഡിൻ്റെ അവിടുത്തെ മെഡിസിൻ കൊടുക്കുന്നത്. അങ്ങനെയുണ്ട്.
പാലിച്ചാൽ മതി. ഈ നാട്ടുകാരാണ്. എന്നിട്ടാ ഐസൊലേഷൻ ഞാൻ 25 ദിവസമായി പാർലമെന്റിൽ പോയിട്ട് വന്ന് 14 ദിവസം പറഞ്ഞ് പിന്നെ ഹൈ റിസ്ക് ആക്കി 28 ഈ മാസമാണ് ഒരു സർട്ടിഫിക്കറ്റ് പോയി. അവരെയൊക്കെ ശ്രമം പരിശോധിക്കുക. ഇതിലിപ്പം നിലവിൽ 7 പേരാണ് പോസ്റ്റ് ക്വാറന്റൈനിലുള്ളത്. അവർ 2 പേര് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരുണ്ട്, കർണാടകയിൽ നിന്ന് വന്നവരുണ്ട്. നിലവിൽ 7 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും നമ്മൾ ക്വാറന്റൈൻ റിലീസ് ചെയ്തു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ പ്രിയപ്പെട്ട ഡോക്ടർ മിയ, ഈ സ്ഥാപനത്തിലെ ഡോക്ടർമാരെ, പാരാമെഡിക്കൽ സ്റ്റാഫ്, നഴ്സുമാർ, മറ്റ് സഹപ്രവർത്തകർ, ഞാൻ പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് 28 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ടാണ് 17-ാം തീയതി എൻ്റെ ക്വാറന്റൈൻ അവസാനിച്ചു. 18-ാം തീയതി മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഞാനൊരു കത്ത് കൊടുത്തു. കാസർഗോഡ് മണ്ഡലത്തിലേക്ക് പോകാൻ എന്നെ അനുവദിക്കണം. 18-ാം തീയതി എന്നെ ചീഫ് മിനിസ്റ്റർ മറുപടി കിട്ടി, ഏത് നിമിഷമായാലും പോകാം. 18-ാം തീയതി രാത്രി തിരിച്ചു. അപ്പോൾ 19-ാം തീയതി 20-ാം തീയതി തൊട്ട് രാവിലെ മുതൽ ഞാൻ എല്ലാ പഞ്ചായത്തിൻ്റെയും കമ്മ്യൂണിറ്റി കിച്ചണുകൾ സന്ദർശിച്ചു. പള്ളിക്കരയിൽ നിന്ന് ആരംഭിച്ച് കാസർഗോഡിൻ്റെ ഒരറ്റമായ ഓർക്കാടി പഞ്ചായത്ത്, അവിടുന്ന് പൈവളിക, അവിടുന്ന് എമ്മകജെ, അതിർത്തി അടച്ച സാറടക്ക അവിടെ പോയി. അവിടുന്ന് ഉക്കിനെടുക്ക മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുമായി ദീർഘനേരം സംസാരിച്ചു. ഉക്കിനെടുക്ക മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ നേരെ പോയത് ജനറൽ ആശുപത്രിയിലാണ്. സൂപ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു, 11 പേർക്ക് കോവിഡ് ഭേദമായി അവരെ യാത്ര അയക്കുന്നൊരു ചടങ്ങുണ്ട്, ചെല്ലണം. അപ്പം 5 പേരെയും ഞാൻ ഒരു പൂവൊക്കെ കൊടുത്ത് യാത്ര അയച്ചു. അവരുടെ അനുഭവങ്ങളൊക്കെ ഞാനുമായിട്ട് അവർ പങ്കെടുത്തു. തൊട്ടടുത്ത ദിവസം ഞാൻ പിന്നെ പോയത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഡ്-19 വേണ്ടി പണിയുന്ന ആശുപത്രിയുടെ സ്ഥലത്തേക്കാണ്. ഏതാണ്ട് 2.5 മാസക്കാലം കൊണ്ട് ആശുപത്രി പൂർത്തിയാകും. അപ്പോൾ അത് ടാറ്റയുടെ ആശുപത്രി കോവിഡ് ഈ ഭേദമായി കഴിഞ്ഞാൽ ഒരു പരിപൂർണ ആശുപത്രിയാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ അത്യന്താധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ ഈ പാലങ്ങളൊക്കെ നിർമ്മിക്കുന്ന പോലെ അവിടെ കൺസ്ട്രക്റ്റ് ചെയ്ത മെറ്റീരിയൽ കൊണ്ടുവന്ന് അത് ഫിക്സ് ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ അവിടെ ഒന്നും നിർമ്മിക്കുന്നില്ല, എല്ലാം നിർമ്മിച്ച് കൊണ്ടുവരിക. ഇപ്പോൾ 2.5 മാസക്കാലം കൊണ്ട് ആശുപത്രി പൂർത്തിയാവും. അത് കഴിഞ്ഞിട്ട് മാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്രവം പരിശോധിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട്. അവിടെ ഞാൻ പോയി അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് കാര്യങ്ങൾ പങ്കുവച്ചു. പിന്നെ പുതുമ പഞ്ചായത്ത്, അവിടുത്തെ കമ്മ്യൂണിറ്റി കിച്ചൺ കഴിഞ്ഞ് ഞാൻ നേരെ
മുനിസിപ്പാലിറ്റിയുടെ കമ്മ്യൂണിറ്റി കിച്ചണിലും ആരോഗ്യ കേന്ദ്രത്തിൽ പോയി. പിന്നീട് ഞാൻ പോയത് ചെറുവത്തൂർ പഞ്ചായത്തിലാണ്. അവിടുത്തെ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചു. പിന്നെ തൃക്കരിപ്പൂരും കഴിഞ്ഞിട്ട് നേരെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോയി. ഏതാണ്ട് 3 മണിക്കൂറിലധികം ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ചെലവഴിച്ചു. അതിനുശേഷം ഈ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന വെള്ളരിക്കുണ്ട് താലൂക്കിലെ ബഡാലും അതുപോലെ തന്നെ വെസ്റ്റേരിയിലൊക്കെ പോയിട്ടാണ് അടുത്ത ദിവസം ഞാൻ എൻ്റെ യാത്ര നൽകിയത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വൈറസുകൾ വന്നിട്ടുണ്ട്. ഞാനൊക്കെ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വൈറസ് എന്ന് പറയുന്നത് പിബോണിക് പ്ലേഗാണ്. 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ യൂറോപ്പിനെ പിടിച്ചു കുലുക്കിയ പ്ലേഗ് 20 കോടി ആളുകളെയാണ് കൊന്നത്. പിബോണിക് പ്ലേഗ്. അത് 5 കൊല്ലക്കാലം ആ വൈറസ് നീണ്ടു നിന്നു. അന്നും ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് ഇറ്റലിയിലാണ്. 1914-18 1-ാം ലോക മഹായുദ്ധം. ആ 18-ൽ സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്നൊരു ഫ്ലൂ വന്നു. അതും യൂറോപ്പ് 5 കോടി ആളുകളെ കൊന്നു. അതും ഏതാണ്ട് 5 കൊല്ലക്കാലം കഴിഞ്ഞാണ് ആ വൈറസ് അപ്രത്യക്ഷമായി. പിന്നെ നമുക്കറിയാം എലിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, അത് കഴിഞ്ഞ് നിപ്പ വൈറസ്, ഇപ്പോൾ ഏറ്റവും അവസാനമാണ് COVID-19. വൈറോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ശാസ്ത്രജ്ഞന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഈ വൈറസിൽ ഏറ്റവും അപകടം കുറഞ്ഞൊരു വൈറസാണ് COVID-19. ഇതിന് പ്രതിവിധിയില്ല, പ്രതിരോധമില്ല. മരുന്നിൻ്റെ ഗവേഷണം നടക്കുന്നു. ആ ഗവേഷണങ്ങൾ ഏതാണ്ട് 2 കൊല്ലക്കാലം കഴിയും ഇതിൻ്റെ മരുന്ന് കണ്ടുപിടിക്കാൻ. ഇതിൻ്റെ ആകെ പ്രതിരോധവും പ്രതിവിധിയും എന്ന് പറയുന്നത് ഏകാന്തതയാണ്, ഏകാന്തവാസം. ഒരു സോളിറ്ററി കൺഫൈൻമെൻ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഒരു ഏകാന്തവാസത്തിന് വിധിക്കപ്പെട്ടവരായി കഴിയുന്നു. അപ്പോൾ എനിക്ക് ഈ രോഗം വന്നാൽ എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും വരും. കുടുംബത്തിൽ വന്നാൽ ഒരു 10 പേർക്ക് വരും. അപ്പോൾ എനിക്ക് രോഗം വരാൻ പാടില്ല, എൻ്റെ കുടുംബത്തിൽ വരാൻ പാടില്ല. ഞാനോ എൻ്റെ കുടുംബവും മുഖാന്തരം സമൂഹത്തിലാർക്കും വരാൻ പാടില്ല. അതുകൊണ്ട് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ സാമൂഹ്യമായ അകൽച്ച. അതിനാണ് പ്രധാനമന്ത്രി ഒരു ദിവസം ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചത്. എല്ലാവരോടുമായി പറഞ്ഞു, ആരും വീട്ടിന് പുറത്തിറങ്ങരുത്. അതൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം വിജയിച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാൻ കഴിയും. പക്ഷേ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാത്ത രാജ്യങ്ങളായ ചൈന, അതുപോലെ അമേരിക്ക, അതുപോലെ ഇംഗ്ലണ്ട്, സകല രാജ്യങ്ങളിലും ഇത് പടർന്നു പിടിക്കുക. ഈ COVID-19 കൊട്ടാരത്തിൽ നിന്നോ കുടിലെന്നോ ഉള്ള വ്യത്യാസമില്ല. ബർമിംഗ്ഹാം കൊട്ടാരത്തിൽ, ബർമിംഗ്ഹാം നിങ്ങൾക്കറിയാം, ബ്രിട്ടനിലെ രാജ്ഞിക്ക് കോവിഡ് വന്നു, ബ്രിട്ടനിലെ പ്രധാനമന്ത്രിക്ക് വന്നു. ഈ വൈറോളജി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന ഈ രോഗം വന്നാൽ ക്ഷയരോഗമുള്ളവർ, ആസ്മയുള്ളവർ, വലിവ് ഉള്ളവർ, അങ്ങനെയുള്ള ആളുകൾക്ക് വന്നാൽ ശ്വാസ തടസ്സമുണ്ടായാൽ വെന്റിലേറ്ററിൻ്റെ സഹായമില്ലെങ്കിൽ രോഗി മരിച്ചില്ല. അപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറാകാത്ത, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറാകാതിരുന്ന അദ്ദേഹം വെന്റിലേറ്ററിൻ്റെ സഹായം തേടിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമായത്. അദ്ദേഹം മരിച്ചു പോകുന്ന ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും പ്രധാനമന്ത്രി രക്ഷപ്പെട്ടത് അവസാനം വെന്റിലേറ്ററിൻ്റെ സഹായമുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള MP-മാർ, ഞങ്ങളെല്ലാവരും, ഞാനിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിന് 50 ലക്ഷം രൂപയ്ക്ക് 5 വെന്റിലേറ്റർ വാങ്ങിച്ചു കൊടുത്തു. കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് എൻ്റെ ഫണ്ടിൽ നിന്ന് ഞാൻ 55 ലക്ഷം രൂപ കൊടുത്തു. അപ്പോൾ അടുത്ത വർഷത്തെയും ഫണ്ട് പ്രധാനമന്ത്രി എടുത്തില്ലായിരുന്നെങ്കിൽ അതും കോവിഡിന് കൊടുക്കാൻ തയ്യാറാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ MLA-മാരെ എല്ലാം വിളിച്ചു പറഞ്ഞു, ഫണ്ട് പാഴായി പോകാതിരിക്കണമെങ്കിൽ ഈ COVID-19 എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാൻ കൊടുക്കണം സ്ഥായിയായി. അതിലേറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഡയാലിസിസ് മെഷീനും വെന്റിലേറ്ററുമാണ്. ഒരു വെന്റിലേറ്ററിന് 10 ലക്ഷം രൂപ കൊടുത്താലേ ഒരു നല്ല വെന്റിലേറ്റർ കിട്ടും. ഡയാലിസിസ് മെഷീനും 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. 6 ലക്ഷം രൂപയ്ക്കും 5 ലക്ഷത്തിനും ഉണ്ടെങ്കിലും അതൊക്കെ എന്തായാലും പല പ്രളയവും ഓഖി അടക്കമുള്ള ദുരന്തങ്ങളും വന്നപ്പോൾ ആളുകൾക്ക് പരസ്യമായി പോയി ആളുകളെ സഹായിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. COVID-19 വന്നപ്പോൾ മനസ്സുകൊണ്ട് ആളുകളെ സ്നേഹിക്കാനും മനസ്സിലൂടെ സഹായിക്കാനും അല്ലാതെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട കാഴ്ച. മാത്രമല്ല, ജനങ്ങൾക്കിതിനെക്കുറിച്ചൊരു അവബോധമില്ല എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. ഞാൻ ക്വാറന്റൈനിൽ പോയ ദിവസം രാവിലെ 1 മണിക്കൂർ നടക്കാൻ പോകും. അപ്പോൾ ഞാൻ നടക്കാൻ പോകുമ്പോൾ പല ആളുകളും വിളിച്ചു പറഞ്ഞ് MP നടക്കുന്നു, അടിയന്തരമായി MP-യോട് പറയണം പുറത്തിറങ്ങരുത്,
ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാനെൻ്റെ രോഗിയാണെന്നുള്ള ഇതാണ് വലിയ ഭയമാണ്. അപ്പോൾ COVID-19 വന്ന ഒരു വീട്ടിൽ നിന്ന് ആരെയും പുറത്തു പോകാതിരിക്കാൻ പോലീസിനെ ഒന്നും ഏൽപ്പിക്കേണ്ട കാര്യമില്ല. അയലത്തെ നോക്കിക്കോളൂ. ഒരാളിറങ്ങിയാകുമ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു പറഞ്ഞാൽ അവർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ആളുകളുടെ ഒരു ഭീതി, ഒരു ആശങ്ക, ഉത്കണ്ഠ അല്ലാത്ത രീതിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ക്വാറന്റൈൻ ഇന്ന് 15 ദിവസത്തോടെ നീട്ടിയപ്പോൾ 18ആയി. പക്ഷേ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെയും വ്യത്യസ്തത. അപ്പോൾ ഇനി എന്താ സ്ഥിതി? ലോക്ക്ഡൗൺ നീണ്ടുപോയാൽ ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ സ്വാഭാവികമായി ഒരു അനാർക്കിയിലേക്ക്, ഒരു അരാജകത്വത്തിലേക്ക് നാട് നീങ്ങും. ആഹാരം കിട്ടാതെ വന്നാൽ മൃഗങ്ങൾ പോലും വനത്തിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ ആളുകൾ അവസാനം കലാപകാരികളായി മാറാൻ ഉണ്ട്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് 35 കിലോ അരി കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത കാർഡുകാർക്ക് ഒരു കാർഡിൽ 4 കിലോ അരി 1 കിലോ ഗോതമ്പ് കൊടുത്തു. അതൊരു മെമ്പർക്കാണ്. ഒരു കാർഡിൽ 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക് 40 കിലോ കിട്ടും. പിന്നെ മുന്നോക്കത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് 15 കിലോ സൗജന്യമായി കൊടുത്തു. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊക്കെ എത്ര ദിവസമായി? ഇപ്പോൾ 1 മാസം കഴിഞ്ഞു ക്വാറന്റൈൻ പ്രഖ്യാപിച്ചിട്ട്. അരിയും പഞ്ചസാരയും അതുപോലെ തന്നെ ഗോതമ്പും കിട്ടിയാൽ ജീവിതമാകുന്നില്ല. പണ്ട് നിങ്ങൾക്കറിയാം, പോഷകാഹാരം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു അംഗനവാടികൾക്ക്. 2 മുട്ട, 1 കവർ പാല്, 1 കവർ ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ പിന്നെ കുട്ടികൾക്ക് ആവശ്യമായ 1 മറ്റു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അതും കുറേ സ്ഥലത്ത് നിലച്ചിട്ടുണ്ട്. അപ്പം അതുണ്ട്. പിന്നെ വീട്ടിൽ മരുന്ന് വാങ്ങണം, പ്രായമായവർക്കുള്ള മറ്റു കാര്യങ്ങൾ നോക്കണം. അപ്പോൾ പണം കയ്യിലില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ജോലി നഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ജോലി ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെ ജോലി ചെയ്യാതാരും കാശ് കൊടുക്കത്തില്ല. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ബേർഡൻ എന്ന് പറയുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ഒരു തീവണ്ടി ഭുവനേശ്വറിലേക്ക് ആലുവയിൽ നിന്ന് പോയി. ഇന്ന് 3 തീവണ്ടി അടുത്തായി പോകുന്നുണ്ട്. ഇപ്പോൾ ഈ അന്യസംസ്ഥാന നാട്ടുകാരെ വിട്ടുകഴിഞ്ഞാൽ, അപ്പോൾ അവർ പിന്നെ അവർക്ക് ആഹാരം കൊടുക്കാൻ വന്നാൽ, അവർ ഈ പൈസയില്ല വന്നവർ തെരുവിലിറങ്ങിയാൽ അവർക്ക് പിന്നെ നഷ്ടപ്പെടാവുന്നില്ല. പിന്നെ പോലീസ് രാത്രിയായി വെടിവെപ്പായി അത് പിന്നെ രൂക്ഷതയിലേക്ക് പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ഇവിടുന്ന് അവരുടെ നാട്ടിലേക്ക് അയക്കണമെന്നുള്ള അഭ്യർത്ഥന കേന്ദ്രം മാനിച്ചിട്ടാണ് ഇപ്പോൾ തീവണ്ടി ഇട്ടത്. അവർ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിദേശത്ത് നിന്ന് മലയാളികളെ കൊണ്ടുവരാൻ. ഞാൻ നിങ്ങളോട് പറയാം, വളരെ അപകടകരമായ സ്ഥിതിയാണ് വിദേശ രാജ്യങ്ങളിൽ. ഗർഭിണികൾ ഒരു ജോലി അന്വേഷിച്ച് വിസ തേടിപ്പോയവർ, അവിടെ വിസിറ്റിംഗ് വിസയിൽ പോയ ആളുകൾ, അവർക്ക് കയറി കിടക്കാൻ ഇടമില്ല, അവർ പുറത്ത് കിടക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ലേബർ ക്യാമ്പുകളിൽ രോഗമുള്ളവരും ഇല്ലാത്തവരുമാണ്, മരുന്നില്ല. അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ഗൾഫ് രാജ്യങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാർജ, നൈഫ്, അതുപോലെ ദുബായ്, കുവൈറ്റ്, മസ്കറ്റ്, സൗദി അറേബ്യ. അപ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ ആരംഭിക്കണം. വിമാനം ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ ആരംഭിച്ചാൽ പോലെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഈ കൊണ്ടുവരുന്ന ആളുകളെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനം എന്താണ് ഏർപ്പെടുത്തിയത് ഞങ്ങൾക്കറിയണം എന്ന് പറഞ്ഞാൽ എത്ര മുറി ഏർപ്പാട് ചെയ്തു, എത്ര ഡോക്ടർമാരുണ്ട്, അവരുടെ പേര്, എത്ര നഴ്സുമാരുണ്ട്, എത്ര പാരാമെഡിക്കലുണ്ട്, അവരുടെ പേര് സുപ്രീം കോടതിയിൽ കൊടുത്തല്ലാതെ സുപ്രീം കോടതി ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആരംഭിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ മലയാളികൾക്ക് അവരുടെ ജന്മനാട്ടിൽ കിടന്ന് മരിക്കണമെന്നൊരാഗ്രഹം അതാർക്കാ ഇല്ലാത്തത്. അപ്പോൾ അവിടെ കിടന്നാൽ മരിക്കുമെന്ന് എങ്ങനെയും നാട്ടിലെത്തണമെന്നുള്ളതാണ്. എത്തണമെന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇട്ടില്ലെങ്കിൽ വരാൻ പറ്റും. ഇപ്പോൾ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും അവിടുത്തെ പൗരന്മാരെ ചാർട്ടേഡ് ഫ്ലൈറ്റ് കൊണ്ടുവന്ന് പോകുമ്പോൾ നമുക്ക് ചാർട്ടർ ചെയ്ത് ഫ്ലൈറ്റിലൂടെ ആളുകളെ കൊണ്ടുവരാൻ പറ്റും. ഒരു വലിയ ഇതാണ്. അപ്പോൾ COVID-19 പോയി എന്നാരും ധരിക്കേണ്ട. ഈ വിദേശ മലയാളികൾ വരുന്നതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ രോഗത്തിൻ്റെ ഒരു വ്യാപ്തി കുറേ കൂടി കൂടും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രധാന മാസങ്ങൾ മഴ ആരംഭിക്കുന്നതോടുകൂടി ഈ രോഗം കുറേ കൂടി രൂക്ഷമാകും എന്നാണ്. അപ്പോൾ ഒരു ജില്ലയോ ഒരു സംസ്ഥാനത്തോ ഒതുങ്ങി നിൽക്കുന്ന രോഗമല്ല, ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന രോഗമല്ല. ലോകത്തെ 190ഓളം രാജ്യങ്ങളിൽ ഇത് മാരകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിനായോ ഇന്ത്യക്കായോ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ലോകരാഷ്ട്രങ്ങളുമായി ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുത്താൽ പ്രാവർത്തിയാക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കുറേ കൂടി മോശപ്പെട്ട നാളുകൾ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി, അല്ലാതെ
കോവിഡ് എല്ലാം തീർന്നു. പിന്നെ ഇവിടുത്തെ കാര്യം പറയാം. ഇവിടെ ഈ നിമിഷം വരെ ഒരാൾ COVID-19 മരിച്ചിട്ടില്ല. പക്ഷെ 15 പേര് മരിച്ചത് കർണാടകം നമുക്ക് നീതി നിഷേധിച്ചതുമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 സസ്പെൻഡ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 21 ഭരണഘടനയുടെ പറയുന്നത് റൈറ്റ് ടു ഫുഡ് ആൻഡ് റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് മെഡിക്കൽ കെയർ. ആഹാരം കഴിക്കാനുള്ള അവകാശത്തെയോ ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താനും ആരോഗ്യം പരിപാലിക്കാനുള്ള അവകാശത്തെ ഒരു ഗവൺമെൻറ്റും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതാണ് ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ഫുഡ് ആൻഡ് റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് പിന്നെ മെഡിക്കൽ കെയർ. അതാണ് കർണാടകം തടഞ്ഞത്. അതിർത്തി അടച്ചത് വഴി ആഹാര സാധനങ്ങളുടെ വരവ് തടഞ്ഞു, രോഗികളെ കൊണ്ടുപോകാൻ തടഞ്ഞു, ആഹാരം കഴിക്കാനുള്ള അവകാശം തടഞ്ഞു, ജീവൻ നിലനിർത്താനും ആരോഗ്യം പരിപാലിക്കാനുള്ള അവകാശം തടഞ്ഞു. അങ്ങനെ 15 പേർ മരിച്ചു ചോദിച്ചാൽ ആരും മരിച്ചില്ല. പക്ഷേ ആശുപത്രിയിലാകെ പരിശോധന നടത്തിയ ആളുകളുടെ എണ്ണം ഏതാണ്ട് 300 താഴെയാണ്. 12,000-ഓളം ആളുകൾ ഹൗസ് ക്വാറന്റൈനിൽ കഴിയുന്നു. അവരുടെ ശ്രമം പരിശോധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജില്ലയിലെ ഈ കോവിഡ് ബാധിച്ച ആളുകളുടെ ഒരു ഹൗസ് നടക്കുകയാണ്. ഈ താളവട്ടം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടു കാണും. അതിനകത്ത് മോഹൻലാൽ ഒരു ഭ്രാന്താലയത്തിൽ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സോമൻ വരുമ്പോഴാണ് അറിയുന്നത് മോഹൻലാൽ ഒരു ഭ്രാന്തനാണ്, അയാളാണ് ഈ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ രോഗമില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന പല ആളുകൾക്ക് ഈ രോഗമുണ്ട്. നമ്മൾ എഴുതി വെച്ചേക്കുന്ന ചുമയ്ക്കുക, തുമ്മുക, മൂക്കിലിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ രോഗം അതല്ല. ഒരു ലക്ഷണമില്ലാത്തവർക്ക് ഈ രോഗമുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ലോക്ക്ഡൗൺ, പിന്നെ റെഡ് സോണുണ്ട്, ഓറഞ്ച് സോണുണ്ട്, ഗ്രീൻ സോണുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ലോക്ക്ഡൗൺ, ട്രിപ്പിൾ ലോക്ക്, ഡബിൾ ലോക്കൊക്കെ ഉള്ളിടത്ത് പോലും കുറേ കൂടെ കർശനമായി ജനങ്ങൾക്ക് കുറേ ഫ്രീഡം കൊടുത്താൽ അവരിറങ്ങി സ്വതന്ത്രമായി വിഹരിക്കും. അത് ഒഴിവാക്കാനാണ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആളുകളാണ് ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, പഞ്ചായത്ത് ജീവനക്കാർ, ആശാ വർക്കർ, അതുപോലെ തന്നെ അംഗനവാടി പ്രവർത്തകർ. അവർക്കൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലൊരു വലിയ സ്ഥാനമായി കഴിഞ്ഞു. കാരണം ഈ പ്രതിസന്ധിയിൽ സ്വന്തം ജീവൻ തൃണവൽക്കരിച്ച് വലിയ ഒരു പോരാട്ടം നടത്തിയിട്ടാണ് അവർ ഇത്രയും ജീവനുകൾ രക്ഷിച്ചത്. നിങ്ങളുടെയൊക്കെ രൂപം ഞങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ക്യാൻവാസിലുണ്ട്. നിങ്ങളൊക്കെ വളരെ അഭിനന്ദനം അറിയിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ ആശുപത്രിയിലൊക്കെ വന്ന് നിങ്ങളെ ഒന്ന് അഭിനന്ദിച്ച് പോകാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ വന്നത്. കാരണം ഞാനൊക്കെ ഇന്നലെയൊക്കെ പറഞ്ഞു, ജനലാശുപത്രി പറഞ്ഞു, നമ്മുടെ പൂജാമുറി ദൈവങ്ങളുടെ പടമാക്കിയിട്ട് ഇവരുടെയൊക്കെ പടമില്ല. കാരണം ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവർ നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. അത്ര മഹത്വം ചെയ്തത്. നിങ്ങളെ ഒന്ന് കണ്ട് അഭിനന്ദിക്കുക. അതുപോലെ 1000 കന്യകമാരെ ദാനം ചെയ്യുന്നതിനേക്കാൾ വലിയ പുണ്യമാണ് ഒരു നേരത്തെ ആഹാരം ദാനം ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുന്ന ആളുകളും അഭിനന്ദനം അറിയിക്കുന്നു. കാരണം ആഹാരം കൊടുത്ത് മാത്രമേ നമുക്ക് ആളുകളെ തൃപ്തിപ്പെടുത്താൻ പറ്റൂ. വേറെ എന്ത് കൊടുത്താലും മതി എന്നാരും പറയില്ല. ആഹാരം പയർ നിറഞ്ഞാൽ വേണ്ടെന്ന് പറയും, പിന്നെ ഇടാൻ സമ്മതിക്കും. അതുകൊണ്ട് ഇതൊരു വലിയ പുണ്യകർമ്മമാണ് ഈ 2 കൂട്ടരും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം ആളുകളെ വന്ന് അഭിനന്ദിച്ച് പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ നമുക്ക് ഇവിടെ വരാൻ കഴിഞ്ഞാലും നിങ്ങളെ കാണാൻ കഴിഞ്ഞാലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ സേവനങ്ങൾ എന്നും പ്രകീർത്തിക്കപ്പെടും. ജീവിതത്തിൽ എന്നെങ്കിലും എവിടെങ്കിലും വെച്ച്, ഇവിടെ വെച്ചല്ല, എവിടെങ്കിലും വെച്ച് എന്തെങ്കിലും സഹായം ആവശ്യമായി വന്നാൽ എന്നെ ബന്ധപ്പെടണം. എന്ത് സഹായവും നിങ്ങൾക്ക് വേണ്ടി മരിക്കുന്നവരെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. സ്ഥാനമാനങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എപ്പോൾ വിളിച്ചാലും സഹായിക്കും. ഒരിക്കൽ കൂടി നിങ്ങളെ അഭിനന്ദിക്കും. കൂടാതെ ഈ ഡയാലിസിസ് ചെയ്യുന്ന അത്യാവശ്യം കുറച്ച് പഞ്ചായത്തിലെ ദുരിതാശ്വാസ യാത്രാ ചാർജ് രീതിയിൽ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിരുന്നു. പിന്നെ ഈ റേഷൻ കാർഡ് പെൻഷനും കിട്ടാത്ത കുടുംബങ്ങളിലേക്ക് പഞ്ചായത്തിനെ സ്പോൺസർ ചെയ്ത് 178 കിറ്റ് കൊടുക്കണം ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ പഞ്ചായത്ത് ജീവനക്കാർ ഇപ്പോഴും അന്ന് മുതൽ ഇതുവരെ ഒരു ദിവസം പഞ്ചായത്ത് ലീവാക്കിയില്ല. ഞാനടക്കം എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ ചെന്നൈക്ക് ആവശ്യമുള്ള അരി സ്കൂളുകളിൽ നിന്നെടുത്തു. അതുകൂടാതെ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ സംഘടനകളുടെ വ്യക്തികളെയും ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പച്ചക്കറി ആയാലും അരി
വൈദ്യുതി ആയാലും മറ്റു സാധനങ്ങളാണ് ഒരു ബാധ്യതയായിട്ട് നമുക്ക് ഈ ഫുഡ് കിച്ചൺ പോയില്ല. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിയത് നമ്മുടെ പഞ്ചായത്തിലാണ്. ബാക്കി എല്ലാ സ്ഥലത്തും 1, 2 മാത്രമേ ഉള്ളൂ. 2 അപൂർവമായിട്ട് വികേന്ദ്രീകരിച്ചിട്ട് കിച്ചൺ തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ സ്ഥലത്ത് 4 സ്ഥലത്തായിട്ട്. ഈ പറഞ്ഞ പോലെ കിച്ചണിൽ ഇതേവരെ നമ്മൾ സംഭവിച്ചേ പറ്റൂ. കാരണം രാത്രി 8 മണി മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇത് കൊണ്ടുവന്നുണ്ടല്ലോ വൾഗർമായി. ഇത് പറഞ്ഞെങ്കിൽ വലിയ മലയോര മേഖല രസം. എത്ര ഒരു വീട്ടിലേക്ക് ഒരു ഭക്ഷണപ്പൊതി കൊണ്ട് എത്തണമെങ്കിൽ എത്ര സമയം എന്നറിയാം. അവർ ഒരു 10 പൈസ പോലും ഒന്നും വാങ്ങാതെയല്ല ഈ പെട്രോൾ ചാർജ് കഴിഞ്ഞ് കളഞ്ഞിട്ട് ഫുള്ള് വണ്ടി എടുത്ത് പോയി കുടിച്ചൊക്കെ കൊടുത്ത് വരുന്നത്. നല്ലൊരു കമ്മിറ്റ്മെൻ്റ് എടുത്ത മൊത്തം ആൾക്കാർക്ക് ഉണ്ട്. നാട്ടുകാരെ നല്ലൊരു സംഭവമാകും. ചില പങ്ക് ആ ഒരു മീറ്റിംഗ്